നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോർഡിൽ ഒരു മത്സര പരീക്ഷയ്ക്കൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ഉത്തരം കണ്ടെത്തുന്ന എളുപ്പ വഴി നമുക്ക് നോക്കാം. ഇതിലേക്ക് ചോദ്യം ഇതാണ്: 0.82 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 0.02 മില്ലിമീറ്റർ. അപ്പം 0.82 സെൻറ്റിമീറ്റർ അപ്പുറത്ത് 0.02 മില്ലിമീറ്ററാണ്. അപ്പോൾ നമ്മളെപ്പോഴും ക്രിയ ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ഏകത്തിൽ കൊണ്ടുവരണം. ഒന്ന് സെൻറ്റിമീറ്റർ എങ്കിൽ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ മില്ലിമീറ്റർ. അപ്പോൾ ഈ കണക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഇവിടെ 0.02 എം ആയതുകൊണ്ട് ഈ 0.82 സെൻറ്റിമീറ്ററിനെ നമ്മൾ മില്ലിമീറ്ററാക്കി കൊണ്ടുവരാം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 0.82 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിമീറ്റർ 10 എം ആയതുകൊണ്ട് ഈ സെൻറ്റിമീറ്ററിന് എം ആകാൻ 10 കൊണ്ട് ഗുണിക്കാം. അത് നമുക്കറിയാം. അതുകൊണ്ട് 0.82 സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ ആക്കുമ്പം ഈ 0.82 ഗുണം 10 എന്ന് പറയുമ്പോൾ 8.2, ഒരു 0 കൊണ്ട് മാറ്റി ഒരു സ്ഥാനം മാറ്റി 8.2 എം മാർക്ക് കിട്ടി. അപ്പോൾ ഈ 8.2 എം എമ്മിനെ 0.02 എം കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് ക്രിയ 8.2 ഡിവൈഡ് ബൈ 0.02. അപ്പം രണ്ട് സംഖ്യകൾ ഹരിക്കുന്നതിന് അപ്പം ഈ അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ ഹരണഫലത്തിന് വ്യത്യാസം വരില്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനം ഏത് സംഖ്യയ്ക്കാണെന്നോ. ഇപ്പോൾ ഹരിക്കാനുള്ള 0.02 രണ്ട് സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഈ 8.2നെയും 0.02നെയും നമുക്ക് 100 കൊണ്ട് ഗുണിക്കാം. എന്നാൽ രണ്ട് ദശാംശം മാറാൻ വേണ്ടിയാണ് ഈ 100 കൊണ്ട്. അപ്പം ഹരണം സുഖമായിട്ട് നടക്കും. നമുക്ക് 8.2നെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പം 8.2 10 കൊണ്ട് കുടിക്കുമ്പോൾ 82 ആവും. 100 കുടിക്കുമ്പോൾ 820 ആവും. 820 ഡിവൈഡഡ് ബൈ 0.02നെ 100 കുടിക്കുമ്പോൾ 1 2 സ്ഥാനം അങ്ങോട്ട് മാറുമ്പം ഈ 0 പോവും, ഇവിടെ 2 കിട്ടും. അപ്പം ഈ 820നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം 410 410 ഇതിൻ്റെ ഉത്തരം. 410 പ്രാവശ്യം നമുക്കിതിനെ ഹരിക്കാൻ പറ്റും. അതായത് 0.82 സെൻറ്റിമീറ്ററിനെ 0.02 എം എം കൊണ്ട് എത്ര പ്രാവശ്യം ഹരിക്കാൻ പറ്റും? 410 പ്രാവശ്യം ടൈംസ് നമുക്ക് ഹരിക്കാൻ പറ്റും. ഇനി ഇതാണ് ഉത്തരം കാണാനുള്ള എളുപ്പവഴി. ഇനി ഒരു ഇച്ചിരി വിശദമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ 10 മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ 0.02 എം എം എന്നാണ്. 0.02 എം എം ആകുമ്പോൾ നമ്മളൊരു ഫ്രാക്ഷനാക്കി നമുക്ക് എഴുതി നോക്കാം. ഈ രണ്ട് ദശാംശസ്ഥാനമുണ്ട് 100 ബേസാക്കി 2 ഇവിടെ ആക്കും. അപ്പോൾ ഇതാണ് 100ൽ 2 എന്നാണ് 0.02ൻ്റെ ഫ്രാക്ഷൻ. 0.02 എന്ന ഡെസിമൽ അതിനെ ഈ ഫ്രാക്ഷൻ ആകുമ്പോൾ 100ൽ 2. അപ്പോൾ ഒന്ന് ചുരുക്കാം. 100ൽ 2 എന്ന് പറയുമ്പോൾ 2 പൊതുവായിട്ട് അടങ്ങുന്നതുകൊണ്ട് ഇതിനെ 1/50 എന്ന് ചുരുക്കിയിടും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു എം എമ്മിനെ 50 ആയിട്ട് ഭാഗിക്കുമ്പോഴാണ് 0.02 എന്ന എം എമ്മിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു എം എമ്മിനെ 50 പ്രാവശ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്കൂട്ടിയെടുക്കാന്നേ ഉള്ളൂ. 2 എം എം ആകുമ്പോൾ 100 പ്രാവശ്യമാകും, 3 എം എം 150 ആകും, അങ്ങനെ 8 ആകുമ്പോൾ 400 ആകുമ്പോൾ 0.2 എന്നുള്ളത് 50ൻ്റെ 0.2 എന്ന് പറഞ്ഞാൽ 10, ദശാംശം 2 എന്ന് പറഞ്ഞാൽ 10. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 50/10 × 2 അതാണ്. അപ്പം 410 പ്രാവശ്യം നമുക്കിങ്ങനെ എം എമ്മിനെ 8.2 സെൻറ്റിമീറ്ററിന് ഇങ്ങനെ ഭാഗിക്കാം.
അപ്പോൾ ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കണം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.